അതാ അതാ. മനസ്സിൽ സ്വസ്ഥാക്കി ഇരിക്കാൻ സമ്മതിക്കൂലേ? പോരാ അവിടുന്ന്. എന്താണ് നിക്കുന്നത്? പോണ്ടേ? ബസ്പും ദാഹവും സഹിക്കാൻ പറ്റില്ല, പിന്നെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ഞമ്മക്ക് ആ കുടി പോയിട്ട് ഭക്ഷണം ചോദിക്കാം. മൂപ്പൻ പറഞ്ഞിട്ടില്ലേ എല്ലാവരും ഭക്ഷണം തരുന്ന്. വാ. ഹലോ, ആ ആരാ? ഉമ്മയാ? എന്തുമ്മ? ഓ പടച്ചോൻ, എന്നാ പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചു പറയണ്ടേ? ഓ അപ്പോൾ ഒരു 7:30 മണിയാകുമ്പോഴത്തേക്ക് സ്റ്റാൻഡിലേക്ക് എത്താം. വേണ്ട വേണ്ട, ഉമ്മ സ്റ്റാൻഡിൽ തന്നെ നിന്നാൽ മതി. സീനത്ത് ഓട്ടോ വിളിച്ച് അങ്ങോട്ട് വന്നോളും. അതെ, കാറിന് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഓ ശരി ഉമ്മ. എടി സീനത്തെ, എണീക്കടി. എണീക്ക്. കുറച്ചുകൂടെ ഉറങ്ങട്ടിക്കാ. ഓ ബാക്കി രാത്രി ഉറങ്ങാം. ഉമ്മ വരുന്നുണ്ട് ഏറക്ക്. ഓട്ടോ പിടിച്ച് സ്റ്റാൻഡിലെത്തണം. ഉമ്മയെ കൊണ്ടുവരാനേ നീയാ പോണത്. ഉമ്മ ഇവിടുന്ന് പോയിട്ട് 4 മാസമല്ലായിട്ടുള്ളൂ. ഇത്ര പെട്ടെന്ന് വീണ്ടും ഇങ്ങോട്ട് വരാൻ ഇവിടെ എന്താ കല്യാണം ഉണ്ടോ? ആകെ ഒരു ഞായറാഴ്ച ഒഴിവ് കിട്ടുന്നത്. അന്നെങ്കിലും സ്വസ്ഥായിട്ടൊന്ന് ഉറങ്ങാന്ന് വെച്ചപ്പോ അപ്പോഴത്തേക്ക് കെട്ടിയെടുത്തോളൂ. ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങൾ എന്നെ പോയാ മതി. ഇന്ന് ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിക്കാന്ന് വിചാരിച്ചതാ. എനിക്ക് വേണ്ട റെസ്റ്റ്. സ്വസ്ഥായിട്ട് ടിവിന് മുന്നിലൊന്നും ഇരിക്കാൻ പോലും സമയം കിട്ടണില്ല. മക്കൾക്കാണെങ്കിൽ പുറത്തുപോയി കൂട്ടുകാരോടൊത്ത് കളിക്കാൻ ആകെ കിട്ടുന്നൊരു ദിവസം അത്. അതും കൊളാക്കിയില്ലേ? ആഴ്ചയിൽ 6 ദിവസം ഓഫീസിലെ ജോലി ചെയ്ത് ക്ഷീണിക്കുന്ന എനിക്ക് ഒരു ഞായറാഴ്ച പോലും സ്വസ്ഥത തരാതെ എന്തിനാ നിങ്ങളുമ്മ എന്നെ എങ്ങനെ ഇട്ട് ദ്രോഹിക്കണത്? എന്റെ പടച്ചോനെ. എന്റെ ഉമ്മേ, അന്റെ ഉമ്മ അടി പോത്ത വരുന്നത്. എന്റെ ഉമ്മയോ? പടച്ചോനെ, എന്റെ ഉമ്മ ഇങ്ങോട്ട് വന്നിട്ട് 2 മാസം കഴിഞ്ഞു. എത്ര ദിവസമായി ഞാൻ വിളിക്കണ്, വരാൻ ഒഴിവില്ലാത്രേ. ഇക്ക 7:30-ക്കല്ലേ സ്റ്റാൻഡിലെത്തേണ്ടത്. ഞാൻ വരുമ്പോ മാർക്കറ്റ് കേറിയിട്ടേ വരൂ. കുറച്ച് മട്ടനും നല്ല കഷ്ണമീനും വാങ്ങണം. ഏതായാലും ഇന്ന് ഞായറാഴ്ച ആയത് നന്നായി. ഉമ്മയെ നോക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് നമുക്കേ മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ അത്. ഏതായാലും ഞായറാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് വല്യമ്മയുടെ കൂടെ പാട്ടും കഥയൊക്കെ കേട്ട് കഴിഞ്ഞുകൂടാലോ. ഇക്ക, ഞാനൊന്ന് കുളിച്ചിട്ട് പുറപ്പെടാൻ നോക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്നിട്ടുണ്ടാക്കാം. തൽക്കാലിക്കൊരു ചായ ഉണ്ടാക്കി കഴിച്ചോ. പിന്നെ ഞങ്ങള് വരുമ്പോഴേക്ക് മക്കളെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തണേ. ആ കാറുണ്ടായിരുന്നെങ്കിൽ ഉമ്മയെ കൂട്ടാൻ നമുക്ക് ഒരുമിച്ച് പോവായിരുന്നു. ഏതായാലും കാറ് പെട്ടെന്ന് ശരിയാക്കണേ. നമുക്ക് ഉമ്മയും കൂട്ടി വൈകുന്നേരം പുറത്തേക്കൊക്കെ ഒന്ന് പോവാലോ. മൂപ്പൻ എന്തൊക്കെ മൂപ്പൻ എന്തൊക്കെയാ പറഞ്ഞത്? കേരളക്കാര് വലിയ സ്നേഹമുള്ളവരാണെന്ന് ഇപ്പൊ കണ്ടില്ലേ? സ്വന്തം അമ്മയെ നോക്കാത്ത പെണ്ണ ഇവിടുന്ന് ഭക്ഷണം പോയിട്ട് തുള്ളി വെള്ളം പോലും കിട്ടൂല. വേറെ കുടി നോക്കാം, വാ. ശിരോമണി, തുപ്പലൻ എന്നെ തുപ്പാനല്ലേ പറഞ്ഞു വേണ്ട. നമ്മുടെ കാട്ടിൽ നിന്ന് 2 വർഷം മുമ്പ് കാണാതെ വെള്ളച്ചീന മോളിലെ തുപ്പലൻ. അവൻ എവിടെ? ദാ നോക്ക്, അതാ തന്നെ വെള്ളച്ചിന്റെ അതേ ചൊരുക്ക്. നമുക്ക് അവനെ പിടിച്ച് കാട്ടിക്ക് കൊണ്ടുപോവാ. മൂപ്പന് സമ്മാനങ്ങൾ തരും. വേഗം വാ.
പൗരസമിതിന്റെ യോഗത്തിലേ നിങ്ങൾ ചെയ്ത പ്രസംഗം വമ്പനായി. എന്റെ രോമം എഴുന്നേറ്റ് പോയി. എന്താ ഗൗരവോ? വാക്കുകൾ ഇങ്ങനെ കുടുകുടാ ചാടല്ലേ. ആ വിഷയം അവിടെ നിർത്തി. ഞാൻ നിങ്ങളൊന്ന് കൈ കിട്ടാൻ വേണ്ടി കുറെ ദിവസമായി കാത്തിരിക്കുക. ഇവനെ ഒരു ദിവസം സ്കൂളിൽ വന്ന 2 ദിവസം ലീവ്, പിന്നെ ഒരു ദിവസം വന്ന 3 ദിവസം ലീവ്. ഈ മാസത്തിലെ 22 വർക്കിംഗ് ഡേയ്സില് 5% 17 ലീവ്. എന്താ നിങ്ങളുടെ പരിപാടി? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. പൊരയിൽ ഓരോ പ്രശ്നങ്ങളാ മാസ്റ്റേ. അതൊന്നും പറഞ്ഞ മാസ്റ്റർക്ക് മനസ്സിലാവില്ല. 5-6 വർഷമായില്ലേ ഞാൻ സ്കൂൾ അധ്യാപകനായിട്ട്. അന്ന് മുതൽ എനിക്ക് നിങ്ങളറിയാം. നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നത്. ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടേ മക്കൾ വലുതാവുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇല്ല മാസ്റ്റേ, ഇവൻ നാളെ മുതൽ കൃത്യമായിട്ട് സ്കൂളിൽ വരും. മാസ്റ്റർ പറഞ്ഞ വാക്ക് എന്റെ നെഞ്ചിലാ തറച്ചത്. അല്ലെങ്കിൽ മാസ്റ്ററെ പറ്റിയൊക്കെ നാട്ടുകാർക്കിടയിൽ വലിയ അഭിപ്രായ. പിന്നെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടാന്നാ ഞാൻ കേട്ടത്. നല്ലോണം പഠിപ്പിക്കണ മാസ്റ്റർമാരെ ആർക്കാ ഇഷ്ടമല്ലാതാവ്? പിന്നെ കലാപരിപാടിക്കും സ്പോർട്സിനൊക്കെ മാസ്റ്റർ നല്ല നേതൃത്വം കൊടുക്കണത്. പിന്നെ മാസ്റ്റേ ഉച്ചകഞ്ഞിന്റെ കാര്യം നിർത്ത്. ഇനി ഞാൻ ഇവിടെ നിന്നാലേ ഏറ്റവും നല്ല അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം ഞാൻ വാങ്ങേണ്ടി വരും. ബാക്കി ഞാൻ പോകുമ്പം മനസ്സ് കുറച്ച് പറയാണ്ടാവല്ലോ. ആത്മകഥം അതൊക്കെ ഞാൻ നിർത്തി മാസ്റ്റേ. ആത്മകഥ അവിടെ നിർത്തല്ലേ. മാസ്റ്റാണെന്ന് പറഞ്ഞ് ശമ്പളം അങ്ങനെ എണ്ണി വാങ്ങിയാ പോരാ. കലാപരിപാടിയിൽ സ്പോർട്സിലൊക്കെ കുറച്ചൊരു താല്പര്യം കാണിക്കണം. ഓലക്കമല മാതൃകാധ്യാപകൻ. നടക്ക്. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താ കാരണം? നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ, കുറ്റം പറഞ്ഞില്ലേ? അന്ന് ഞാൻ എന്നെ കുറ്റം പറയും. അന്ന് പറയിപ്പിച്ചോണ്ടാ പറഞ്ഞത്. അന്ന് എന്തായിരുന്നു എന്റെ കോലം? തുണിയും കുപ്പായൊക്കെ ഇസ്തിരിയിട്ട് കുളിച്ച് മുടിയും ചീകി പല്ലും തേച്ച് ഒരു മാസ്റ്റർ മാതൃകയിലായിരുന്നില്ല എന്റെ നടത്തം. വെരി സോറി. കുഴപ്പമില്ല, അത് പോട്ടെ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കണം. ഇയാണ് ആൺകുട്ടി. എന്തൊരു ഭംഗി! TV കാണുന്ന മാതിരി തന്നെ. ഞാൻ എന്റെ അളിഞ്ഞ നടത്തം കൂടി ഒന്ന് മാറ്റണം. ഒന്ന് മുണ്ടാതെ പോയാ അവിടുന്ന്. അത് എജി കാണാറില്ലേ TV-ലൊക്കെ അങ്ങനെ കളിക്കണ്? അതുപോലെ ഒന്ന് കളിച്ചാ. എനിക്കൊന്ന് കടിച്ച് തിന്നാൻ തോന്നുന്നു. വേറെ സ്റ്റൈൽ ഉണ്ടല്ലോ ഈ മൂടൊക്കെ അങ്ങനെ കുലുക്കിയോണ്ട്. അതൊന്ന് കാണിച്ചാ. ഇത് മതി. ഇതാകുമ്പോ നല്ല ശോധനയും കിട്ടും. റിയലി? എന്തലി? സത്യം? അതേടോ. ഓക്കെ താങ്ക് യു ഉമ്മ. കളിച്ചോണ്ട് പോടാ. ഇവനൊക്കെ ഏതെങ്കിലും പൊട്ടക്കിണറിൽ പോയി വീഴുള്ളൂ. അടുപ്പിലെ ഡാൻസ്. ഞാനത് മറന്നടാ. ബാ, തുപ്പലും പോയി. വേഗം ബാ. ചെറുതാണെങ്കിലും ഒരു വീട് പണി പൂർത്തിയാക്കി കേറി കൂടിയില്ല കേശവേട്ട. പിന്നെന്താ നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലാത്തത്? എങ്ങനെ സന്തോഷിക്കും? ഒരു പെൺകുട്ടിയുള്ളതിനെ കല്യാണം ശരിയായിട്ടില്ല. അത് മനസ്സിൽ കിടന്നിങ്ങനെ പുകയാ. എടങ്ങറക്കല്ലേ. നിങ്ങളെ മകളെ പറ്റി തീരെ വിഷമിക്കേണ്ടതാ എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാല് നല്ല സൗന്ദര്യമുള്ള കുട്ടിയാവള്. നല്ല ചെക്കന്മാർ വന്ന് ഓളെ കൊത്തിക്കൊണ്ടുപോകും. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ നാട്ടിൽ ഓളേക്കാളും വലിയൊരാള് വേറല്ല. പിന്നൊരു ആൺകുട്ടിയല്ലേ ഉള്ളൂ. ഓനാണെങ്കിൽ പഠനത്തിൽ ഫസ്റ്റാന്നാ ഞാൻ കേട്ടത്. ആകെ കൂടെ നോക്കിയാല് നിങ്ങളത്ര സുഖമുള്ള ഒരാള് ഈ നാട്ടിൽ വേറല്ല. എന്തേ നീ ഇത്ര നേരം പറഞ്ഞത് എന്റെ മോനും മോളെയും പറ്റി തന്നെയല്ലേ? അതെന്താ കേശവട്ട നിങ്ങൾ ഇന്നൊന്ന് ആക്കി പറഞ്ഞത്? ഈ നാട്ടുകാർ മൊത്തം പറയണത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. പിന്നെ ഞാൻ ഈ വഴിക്കാം. ബാക്കി നമുക്ക് പിന്നെ പറയാം. സൗന്ദര്യമുള്ള ഒരു മോളും വിദ്യാസമ്പന്നനായ ഒരു മോനും.
ഞാൻ കൊറേ വിടൽസ് ഉണ്ടാക്കി പറഞ്ഞതൊക്കെ വിശ്വസിച്ച് പോവാ സന്ത. ആ പോവാ. എടാ ഇനി നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല, തുപ്പലൻ കൈവിട്ടു പോകും. തന്നെ മൂപ്പത്തി അടുത്ത മൂപ്പനാ. വേഗം വാ, നമുക്ക് പിടിക്കാം. നിക്ക് ഇപ്പൊ എന്നാ ഗൾഫിന്ന് വന്ന്? ഒരാഴ്ചയായി. ഇതിപ്പോ ഏതാ വണ്ടി? അത് ഇന്റെ തന്നെ വളരെ നന്നായി. ഇങ്ങനത്തെ വണ്ടി വേണം എനിക്ക്. ഇപ്പോഴാ ഒരു ഗൾഫുകാരന്റെ പത്രാസ് എനിക്ക് ഉണ്ടായത്. അന്റെ പഴയ വണ്ടിയില്ലേ, അതെനിക്ക് തീരെ ചേരൂല. ഇത് ഈ വിൽക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒന്നും മുണ്ടാതെ പോയാ അവിടുന്ന്. ഇവനെന്താ സ്കൂളിൽ പോണില്ല? അങ്ങനെ ഒരു ബോധം ഈ ചങ്ങായിക്ക് വേണ്ടേ? ഞാൻ രാവിലെ അങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ എന്റെ പിന്നാലെ കൂടും. ഈ ഒന്ന് ഉപദേശിച്ചു കൊടുക്ക്. മോനെ, എല്ലാ ദിവസവും സ്കൂളിൽ പോകണം, നന്നായി പഠിക്കണം. വിദ്യാഭ്യാസമുള്ളവർക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലേ എൻ്റെ ഈ വാപ്പനെ പോലെയാവും. അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മക്കിട്ടൊന്നും താങ്ങിയില്ലേ? അന്റെ കാര്യം വല്ലാത്ത പുതുമ തന്നെയാണ്. ഗൾഫിൽ നിന്നുള്ള ഓരോ വരവിനും അന്റെ പ്രായം ഇങ്ങനെ കുറഞ്ഞു വരിക. ഇങ്ങനത്തെ ഒരു ഗൾഫുകാരനെ കണ്ടിട്ടേ ഇല്ല. ഈ മുടി കറപ്പിക്കലുണ്ടല്ലേ? ഹേയ്, അങ്ങനത്തെ പണിയൊന്നും എനിക്കില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഈ ചെക്കനോടുള്ള ഒരു ഇടങ്ങേറ്. നടക്ക്, പോയിട്ട് അരിയോ സാധനം എന്താച്ചാ വാങ്ങിക്കോ. ഇനി ഒരാഴ്ചയൊക്കെ അരിന്റെ വർത്താനം എന്നോട് മുണ്ടി പോരുത്. പോടന്ന് ഈ ചെക്കന്മാരോട് ഇങ്ങനെ ഉണ്ടോ ഇടങ്ങേറ്? ഇതാ വെള്ളച്ചിന്റെ മോനൊന്നല്ല, ആ വൃത്തികെട്ടവന്റെ മോൻ തന്നെയാ. ബദല് സുള്ളു. വെറുതെ കുറെ നടന്ന് സമയം കളഞ്ഞു. സുക്കുളുവാ. കാട്ടിൽ ചെല്ലുമ്പോ മൂപ്പന് നമുക്ക് ചമ്മാനങ്ങൾ തരും. വലിയ ചമ്മാനം എനിക്ക്, ചെറിയ ചമ്മാനം എനിക്ക്. മനസ്സിലായി. വലിയ ചമ്മാനം എനിക്ക്, ചെറിയ ചമ്മാനം എനിക്ക്. സന്തോഷായി. വലിയ പച്ചി. അയ്യോ 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 വലിയ പച്ചി. അയ്യോ 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 അയ്യോ. അതാ പോയി. എന്തടാ, എത്ര നേരം ഇത്? മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഫോൺ എന്താ സ്വിച്ച് ഓഫാ? എന്നാ ഇങ്ങോട്ട് പോര്. ഭക്ഷണം എന്ത് വേണേ ഞാൻ റെഡിയാക്ക എന്റെ വീട്ടിൽ നിന്ന്. എന്ത് ഭക്ഷണം നിനക്ക് വേണ്ട? ചുട്ടത്, അരണ പൊങ്ങിയത്. അല്ല, എന്നാ നീ വന്ന്? ഇന്നലെ. ആഹാ, എന്നാ ഇനി തിരിച്ചു പോണേ? കൊറേ ദിവസം കഴിഞ്ഞിട്ട്. അല്ല, ഈ പെട്ടെന്നുള്ള വരവിന്റെ ഉദ്ദേശം? അത് ഞങ്ങള് കേരളത്തിലെ വികസനം പഠിക്കാൻ മൂപ്പന് ഞങ്ങളെ പറഞ്ഞയച്ചി. കൊറേ കാലായില്ലേ പോക്ക് തുടങ്ങിയിട്ട്. ഇനി ഒരു കല്യാണം കഴിച്ച് ഇവിടെ കൂടിക്കൂടെ? പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു തരൂലേ? കൊറേ നേരമായി സംസാരിക്കാനും സമ്മതിക്കൂല. വൃത്തിയട്ട വർഗം. അല്ലല്ല, അത് ഞാൻ ഇവിടെ പറഞ്ഞു. സമാധാനം അവിടെ പറഞ്ഞതാണ്, ഇവിടെ അല്ല. ഭക്ഷണം വെള്ളം നിറച്ച് തിന്നാ. വേഗം വാ. ആരാ എന്താ ഒക്കിളുപാട് എടുത്തോ. കോളാണല്ലോ. അതാ കഴിച്ചോളി. അതാ അപ്പുറത്തെ പഴം എടുത്തോളി. അതന്നെ. നല്ല നേന്ത്രപ്പഴം. കുടിച്ചോളി. ഒന്ന് അവനട്ടെ. ഗ്യാസ് ഉണ്ടാവും.
കുഴപ്പമില്ല, ഒരു പഴം കൂടെ കഴിച്ചോളൂ. മരണി തൊടല്ലോ, ഞാൻ എടുത്തരാം. ആക്രാന്തം കാണിക്കല്ലേ. 100-250 നാടകക്കാരാൻ തോന്നുന്നു. നല്ല കോളാവും തോന്നുന്നുണ്ട്. അല്ല, ഏതാ കളി? എന്താ? അത് ശരി, തെലുങ്കാണല്ലേ. അത് നമുക്ക് പോവൂല. വലിക്കല്ലേ, ഞാൻ എടുത്തരാം. നാടാക്കാരാ, നിക്കടാ അവിടെ. എങ്ങോട്ടാണ് ഈ ഓടുന്നേ? അവിടെ നിക്കടാ. എങ്ങോട്ടാണ് ഈ പോണേ? 350 റുപ്യക്ക് തിന്നിട്ട് പൈസ അങ്ങോട്ടായി പോണേ. ഈയൊക്കെ എവിടുത്തെ നാടകക്കാരനാടോ? എന്ത് മര്യാദ കണക്കൊക്കെ ഉള്ളത്? പൈസ എടാ, ഈയൊക്കെ പള്ളച്ച് തിന്നില്ല. 350 റുപ്യക്ക് പൈസ ഇടറോ? എന്തേ പൈസ അറിയില്ലേ? എന്താ കളിക്കുക? നിനക്കൊന്നും പൈസ അറിയില്ല? പൈസ അറിയില്ല? ഇതാടാ പൈസ. 1 2 3 4 5 ഇതാടാ പൈസ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എടാ, ഇതുവരെ തിന്നെ 350 റുപ്യ 45 പൈസ വെക്കണം അവിടെ. പൈസ ഇല്ല. പൈസ ഇല്ലല്ലേ? പൈസ നിന്റെ. എടാ, പൈസ ഇല്ലെങ്കിലേ പോയി പാപ്പർ സൂട്ട് പങ്കെടുക്ക്. ജയിച്ചു വന്നാലേ 1000 റുപ്യ കിട്ടും. 1000 റുപ്യ എന്നിട്ട് നക്കാൻ പാ. പാപ്പർ സൂട്ടാ? ഒരു പെണ്ണ് നിലപിടിച്ച് മണ്ടണ്. വാ പോയി നോക്കാം. എന്താ പ്രശ്നം? എന്താ മോളെ, എന്ത് പറ്റി നിനക്ക്? ഞാൻ ഇനി കോളേജിൽ പോണില്ല. എന്താ പ്രശ്നം? എന്തിനാള് കരയുന്നത്? ആർക്കറിയാം. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. എന്താടാ? കോളേജിൽ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ചെറിയ പ്രശ്നമൊന്നുമല്ല, ഞാൻ പറയാം. ആ വയൽക്കര രാഘവനേരെ മോല്ലേ ഉണ്ണി, അവൻ ഞങ്ങളെ പെങ്ങടെ കൈക്കരി പിടിച്ചു. അതും കോളേജിൽ മറ്റുള്ള സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ച്. അതിന് പ്രതികാരം ചോദിക്കാതെ അവളിനി കോളേജിൽ പോണില്ലാന്ന്. എടാ ഉണ്ണികൃഷ്ണ, പുറത്തേക്ക് ഇറങ്ങി വേണം റാസ്കൾ. അല്ല, ഇതാര് സാഹിബും കുടുംബവും ഒരു മുന്നറിയിപ്പില്ലാതെ? മെരി കേറിയിരിക്കി. രാഘവൻ നായരെ, എന്റെ ചെറിയ മോൻ ആ കോളേജ് കുമാരനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയും. എന്താ സാഹിബേ പ്രശ്നം? ഇത്രയും കാലം
നമ്മൾ രണ്ട് കുടുംബങ്ങളും ഒന്നുപോലെയാ കഴിഞ്ഞിരുന്നത്. ഇന്ന് ആ ബന്ധം തകർന്നു. എന്റെ മോനെ തകർത്തു. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാ. ആദ്യം നിങ്ങളുടെ പുന്നാരന്മാരോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. ഉണ്ണി ഇങ്ങോട്ട് വാ. എന്താച്ചാ? കണ്ടില്ലേ, സായിവും മക്കളും നിന്നെ ചോദ്യം ചെയ്യാൻ വന്നതാ. ഉണ്ണിയോട് ചോദിക്കാനുള്ളതേ ഇങ്ങോട്ട് ചോദിച്ചാ മതി, ഞാൻ പറഞ്ഞുതരാം. എന്നാ പറയ്. ഇന്ന് കോളേജിൽ അവൻ എന്റെ പെങ്ങളെ കയറി പിടിച്ചു. കയറി പിടിച്ചു എന്ന് പറഞ്ഞാലേ അർത്ഥം മാറും. അവളുടെ കൈക്ക് പിടിച്ചു. യഥാർത്ഥത്തിൽ വേണ്ട, ഉണ്ണി പറയട്ടെ. ശരിയാ, ഞാൻ അവളെ കൈക്ക് പിടിച്ചു. അത് തെറ്റായ രീതിയിലല്ല. അവളെ ഞാൻ പെങ്ങളായിട്ടാ കാണുന്നത്. അവനെ വിടാൻ പാടില്ല. മൂപ്പൻ എന്തൊക്കെയാ പറഞ്ഞത്? കേരളക്കാരെ പറ്റി സ്നേഹമുള്ളവരാണ്, സംസ്കാരമുള്ളവരാണ്. എന്നിട്ട് കണ്ടിയില്ലേ, പള്ളിയിൽ കത്തി കയറ്റി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പ്രശ്നം എത്ര വലുതാക്കാതെ നമ്മൾ കാട്ടിലൊക്കെ ചെയ്യണ മാതിരി ചെയ്താ പോരായിരുന്നോ? എന്താ പ്രശ്നം? എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? ഞാൻ ഇനി കോളേജിൽ പോണില്ല. എന്താ പ്രശ്നം? എന്തിനാ കരയുന്നത്? ആർക്കറിയാം. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. എന്താടാ? കോളേജിൽ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഏയ്, ഞാൻ പറയാം. അത് നമ്മുടെ വയൽക്കരയിലെ രാഘവേട്ടൻ മോല്ലേ ഉണ്ണി, അവൻ ഫർസാനന്റെ കൈക്ക് കയറി പിടിച്ചുന്ന്. അത് കോളേജിലും മറ്റുള്ള സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ചാണെന്നാ അവള് പറയുന്നത്. അതിനിപ്പോ പ്രതികാരം ചോദിക്കാതെ അവളിനി കോളേജിൽ പോണില്ല എന്നാ പറയണേ. എന്താ ചെയ്യ? ഏയ്, രാഘവന്നാരുടെ മക്കളൊന്നും അങ്ങനെ പറയിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഞാൻ പോയിട്ടൊന്ന് അന്വേഷിച്ചു വരട്ടെ ഉപ്പ? വേണ്ട, നിങ്ങൾ ആരും പോണ്ട. അന്വേഷിക്കാൻ ഞാൻ പോയിക്കോളാം. അതാ നല്ലത്. പറ്റൂല. അവളെന്താ പറഞ്ഞെന്നറിയോ? ഇതിന് പ്രതികാരം ചെയ്യാതെ ആങ്ങളമാരാണെന്ന് പറഞ്ഞ് അവൾ അടുത്തേക്ക് ചെല്ലണ്ടാന്ന്. കോളേജിൽ എത്തിയെന്ന് പറഞ്ഞിട്ടെന്താ, കുട്ടിക്കളി മാറിയിട്ടില്ല. സാരല്ലെന്ന്, ഒരു പെങ്ങളല്ലേ ഉള്ളൂ. നമ്മളെല്ലാരും അവളുടെ ഭാഗത്താന്ന് വിചാരിച്ചോട്ടെ. ഇക്കാര്യം അന്വേഷിക്കാൻ ഞങ്ങൾ പോവാ. ഉപ്പ ഇവിടെ നിന്നാ മതി. അത് വേണ്ട, നിങ്ങൾക്കൊക്കെ ചോര തിളയ്ക്കണ പ്രായം അത്. ഇനി അഥവാ ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവിവേകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളല്ലേ, അതുകൊണ്ട് ഞാനും വരാം. പിന്നൊരു കാര്യം, അവിടെ ചെന്ന് നിങ്ങളാരും ഒന്നും മിണ്ടണ്ട. സംസാരം ഞാനും രാഘവന്നാരും തമ്മിൽ മാത്രം. മനസ്സിലായല്ലോ? പെങ്ങൾക്കൊരു അത്യാഹിതം ഉണ്ടായിട്ട് പോയി അന്വേഷിക്കാതെ ഉപ്പ അങ്ങളമാരും ഇവിടെ പുന്നാരും പറഞ്ഞു നിൽക്കുക. ഇന്നെ ആർക്കും വേണ്ട, എനിക്കറിയാത്. എന്റെ മോക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് തടിമാടന്മാരായി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ? എന്തിനാടാ ആങ്ങളമാരാണെന്ന് പറഞ്ഞ് നടക്കണേ? വരണ്ട. അല്ല, ആരപ്പത്? സാഹിബും കുടുംബോ? വെരി ഇങ്ങോട്ടോ. എന്താപ്പത്? കുടുംബസമേത ഒരു സർപ്രൈസ് വിസിറ്റ് സാഹിബേ. എന്നെ കാണാൻ തന്നെ കണ്ടിട്ട് എത്ര നാളായി. നിങ്ങളെ തലക്ക് വെളിവില്ലാണ്ടായൊന്ന്. ഇന്നലെ രാവിലെ 1.5 മണിക്കൂർ നമ്മൾ സംസാരിച്ച് പിരിഞ്ഞതല്ലേ? ശരിയാണല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ വേറെന്തോ കാര്യത്തിന് വന്നതാ. ലോകം കൂടാൻ സാധാരണ നിങ്ങൾ ഒറ്റക്കാണല്ലോ വരല്. സംഗതി എന്താ വെച്ചാ പറ സാഹിബേ. എന്നാ പിന്നെ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. നിങ്ങളെ വീടിന്റെ പിന്നിലെ 20 സെന്റ് സ്ഥലം വെക്കാണ്ടെന്ന് കേട്ടു. അതെടുക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങൾ പറയുന്ന വിലയും തരാം. അല്ല,
നിങ്ങൾക്ക് എന്താ ഇപ്പൊ എത്ര കാശിന് അത്യാവശ്യം? ഇന്നാട്ടിൽ കാശിന് അത്യാവശ്യമില്ലാത്ത കൂട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പറമ്പ് പോയിട്ട് തേങ്ങ പോലും വെക്കേണ്ട ഗതികേട് ഈശ്വരാധീനം കൊണ്ട് ഇപ്പൊ എനിക്കില്ല. അത് നിങ്ങൾക്കും അറിയാം. അപ്പൊ നിങ്ങളെ വരവിന്റെ ഉദ്ദേശം വേറെ എന്തോ ആണ്. ഉരുണ്ട് കളിക്കണ്ട, അതുകൂടി പറയ് സാഹിബേ. അതെ രാഘവ, ഞാൻ പറയുന്നത് കേട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് മാത്രം കൂട്ടിയാൽ മതി. ഇന്ന് കോളേജിൽ വെച്ച് എന്തോ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞ് എൻ്റെ മോള് കരഞ്ഞോണ്ടാ വീട്ടിലേക്ക് വന്നത്. ഇവിടുത്തെ ഉണ്ണി അവളുടെ കൈക്ക് പിടിച്ചോന്നോ എന്തോ പറഞ്ഞു കേട്ടു. എന്താ പറഞ്ഞത്? എന്താണെന്ന് മനസ്സിലായില്ല. ഉണ്ണി എന്താ? ഇന്ന് കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നീ സാഹിബിന്റെ മോളെ കൈക്ക് പിടിച്ചോ? അത് പിന്നെ കൈക്ക് പിടിച്ചോന്ന് ചോദിക്കടാ മാപ്പ്. ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ. എന്താ രാഘവ ഇത്? എന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ മാത്രം ഇവൻ എന്ത് തെറ്റാ ചെയ്ത്? എടാ, അച്ഛനും ഞങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കാനാണോ നീ കോളേജിൽ പോകുന്നത്? ഇവരുടെ പെങ്ങളെ നിന്റെയും പെങ്ങളെ പോലെ കാണുന്ന എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? എല്ലാരും ഒന്നും മിണ്ടാതിരിക്കി. ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കൂല, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അവൻ പറയട്ടെ. പറ ഉണ്ണി, എന്താ സംഭവിച്ച്? എംകോമിലെ ഒരു സ്റ്റുഡന്റ് ഫർസാനയോട് എന്തോ അനാവശ്യം പറഞ്ഞു. അതിന്റെ കശപിശ നടക്കുമ്പോഴാ ഞാൻ അവിടെ എത്തിയത്. അപ്പോഴത്തേക്കും കുറെ പിള്ളേർ അവിടെ ഒരുമിച്ച് കൂടി. അവൻ വീണ്ടും ഫർസാനയോട് എന്തോ പറഞ്ഞു. ഉടനെ ഫർസാന അവനെ അടിക്കാൻ കൈ പൊക്കിയതും ഞാൻ ആ കൈ പിടിച്ചു. ഞാൻ ആ ചെക്കൻ്റെ കൂട്ടുകൂടിയെന്നും അവളെ ഇൻസൾട്ട് ചെയ്തു എന്നാണ് അവൾക്ക് തോന്നിയത്. ഫർസാന അവനെ തല്ലിയിരുന്നെങ്കിൽ കോളേജിൽ പിന്നെ എന്തൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാകും. അല്ലാതെ ഞാനൊരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല. അവളെ എൻ്റെ പെങ്ങളായിട്ടല്ലാതെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എല്ലാവരും എന്നോട് പൊറുക്കണം. സാഹിബേ, എന്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കാം. എന്താ രാഘവ ഇത്? ഉണ്ണി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ അവന്റെ കടമ നിർവഹിച്ചു. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊക്കെ കഴിയും. ഞങ്ങളിവിടെ വന്നിട്ടുമില്ല, ഒന്നും അന്വേഷിച്ചിട്ടുമില്ല. അത്ര കൂട്ടിയാ മതി. വരണ്ട പോട്ടെ ഉണ്ണി. ഉണ്ണി, എന്താ രാഷ്ട്രീയക്കാരും വർഗീയവാദികളും ഇടപെട്ട വാളിനും തോക്കിനും അവസാനിക്കുന്ന കാര്യമാണ് നീ ചെയ്തത്. പക്ഷെ കണ്ടില്ലേ അവര് പോയത്? അതാണ് സ്നേഹം. ആ സ്നേഹബന്ധത്തെ തകർക്കുന്ന ഒരു കാര്യവും ഉണ്ണിയുടെ ഭാഗത്തുനിന്നുണ്ടാവരുത്. എന്റെ കാലം കഴിഞ്ഞാലും. ഇല്ല അച്ഛാ, ഈ ഉണ്ണി അച്ഛൻ്റെ നല്ല മകനായിരിക്കും. മാനോ, ഇവിടെ വാ. നമ്മളെ നാട്ടിലില്ലാത്ത രണ്ട് ചങ്ങായിമാര് ഇവിടെ എവിടെയോ അലഞ്ഞു നടക്കുന്നുണ്ട്. വൈക്കെങ്ങാനും വന്നോ? പരിചയമില്ലാത്ത ആളെന്ന് പറഞ്ഞാല് ഒരു ലോഹയൊക്കെ ഇട്ടിട്ടുള്ള ആളുകള്. ഓരോ വർത്താനം എന്നോട് പറഞ്ഞു വരുത്. 350 ഉറുപ്പിക എൻ്റെ അടുത്ത് തിന്നിട്ട് പോയതാ. ഇനി എങ്ങാനും ഓരെന്റെ മുന്നിൽ കിട്ടിയാലുണ്ടല്ലോ ഓരെ കൊന്നു കളഞ്ഞാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞ നിന്നെ അവര് ചാമ്പി. അവരെങ്ങോട്ടാ പോയത്? അങ്ങോട്ടാ പോയത്. അങ്ങോട്ട് പോയേക്കാം നമുക്ക്. അല്ല, എന്താ ഈ മനസ്സിലാക്കി? ഓരോ ദിവസവും ഓരോ കാര്യം പറഞ്ഞു ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ഈയൊക്കെ ഇന്നലെ പറഞ്ഞ വാർത്താനം കേട്ടണ്ടല്ലോ. പിന്നെ ഒരു 2000 ഉലുവ തന്നും കണ്ടേ. അതാ ഇപ്പൊ സ്ത്രീധനം. മനസ്സിലായി. നിനക്കൊന്നും ഇന്നെ മനസ്സിലായിട്ടില്ല. മുട്ടുകാലി കയറ്റി കൊല്ലും ഞാൻ. എന്നോട് കളിച്ചാളിട്ടോ. നിന്നെയൊക്കെ ഉണ്ടല്ലോ വെളിവില്ലാത്ത ജീവിതത്തെ കൊണ്ടിരുത്തി നാറ്റിക്കും. അപ്പളേക്കൊക്കെ പഠിക്കൂ. മനസ്സിലായിക്കോ? വെളിവില്ലാത്ത ജീവിതം. ഇതാണ് വെളിവില്ലാത്ത ജീവിതം. കേരളത്തിന്റെ കാര്യം. ഇതൊക്കെ കാണുമ്പോഴാണ് പണ്ട് മൂപ്പന് പറഞ്ഞൊരു കഥ ഓർമ്മ വരുന്നത്. കേരളത്തിലെ ഒരു മുത്തശ്ശിയെ ചെറുമകൻ കടല് കാണിക്കാൻ കൊണ്ടുപോയ കഥ. നീ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. എന്താ കേട്ടോ? വല്യമ്മ ചോറെടുത്ത് വെച്ചില്ലേ? എത്ര നേരമായി പറയണ് എനിക്ക് പോണ്ടേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോറ് തിന്നാതെ പോവും. പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എത്ര കാലായി എന്നോട് ഞാൻ എനിക്ക് കടലൊന്ന് കാണണമെന്ന് പറയുന്നു. കാണ വല്യമ്മ, കടൽ അവിടെ ഉണ്ടാവും. വറ്റിപ്പോവൊന്നുമില്ല. ഒരു ഒഴിവ് കിട്ടണ്ടേ? ഇഞ്ഞ പള്ളിക്കാട്ടൊക്കെ എടുത്തിട്ടേ എനിക്ക് സമയം കിട്ടുള്ളൂ. എൻ്റെ കുട്ടികളെയും കെട്ടികളെയും എവിടെയൊക്കെ ഇജ്ജ് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊക്കെ കയ്യിൽ പൈസയുണ്ട്.
വയസ്സായ ഈ തള്ളന്റെ വാക്കിന് യാതൊരു വിലയില്ല. നെഞ്ചിരി തറക്കണ വാക്ക് പറയല്ലേ വല്യമ്മ. വല്യമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കടല് കാണണം, അത്രയല്ലേ ഉള്ളൂ. അത് ഇനി നീട്ടി വെക്കണില്ല. ഇപ്പൊ തന്നെ വല്യമാനെ ഞാൻ കടല് കാണിക്കാം. ആ എന്നാ ഞാൻ തുണിയും കുപ്പായം മാറ്റിയിട്ട് വരാം. വേണ്ട വേണ്ട, ഈ തുണി കുപ്പായിട്ട് തന്നെ വല്യമാനെ ഞാൻ കടല് കാണിക്കും. വല്യമ്മ അകത്ത് പോയി ഒരു പാത്രം നിറച്ചും വെള്ളം എടുത്തോണ്ട് വരി. ആയിക്കോട്ടെ, അനക്ക് ദാഹിക്കുണ്ടാവൂലേ? അതാണ് പറഞ്ഞാ പോരെ, ഇപ്പൊ കൊണ്ടുവരാം. ഈ കടൽ എന്ന് പറയണത് സമുദ്രം എന്ന് പറയണത് ഒക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ എന്തിനാ ഈ വയസ്സ് കാലത്ത് വല്യമ്മ എങ്ങനെ വാശി പിടിക്കണമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കടലേ വല്യമ്മ നീ ഇങ്ങോട്ട് നോക്കി. ഈ പാത്രത്തിൽ എന്താ ഉള്ളത്? വെള്ളം. ആ, പാത്രം നിറയെ വെള്ളം അല്ലേ? ഇനി ഈ വെള്ളം ഈ മേശമൽ നിറയെ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ? ആ, വിചാരിച്ചു. ഇനി ഈ വെള്ളം ഈ മുറിയിൽ നിറയെ ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചോ? ആ, അതും വിചാരിച്ചു. ഇനി നമ്മളെ ഈ വീട്ടിലെ അടുക്കളയിലും ബെഡ്റൂമിലും ഡൈനിങ് ഹാളിലും ഒക്കെ വെള്ളം അങ്ങോട്ട് വിചാരിച്ചോ? ആ, വിചാരിച്ചു. ദഞ്ഞി പേര് ഇങ്ങോട്ട് പേര് വലിയമേ, നമ്മളെ ഈ കൊലായിലും ഈ വീട്ടിലും ഈ മുറ്റത്തും നിറയെ വെള്ളം അങ്ങോട്ട് വിചാരിച്ചു നോക്കി. അതും വിചാരിച്ചു. ഈ വല്യമ്മനൊന്ന് ഞാൻ പറ്റിച്ച് കൊല്ലും. എന്നാ പേര് ഇങ്ങോട്ട് പേര് വല്യമ്മേ. ഇനി ഇതാ ഇങ്ങോട്ട് നോക്കി. നമ്മളെ ഈ പറമ്പില് മുഴുവൻ വെള്ളാണെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ആ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാത്ത അത്ര അകലത്തിൽ വെള്ളം അങ്ങോട്ട് എങ്ങോട്ട് നോക്കിയാലും വെള്ളം, വേറെ ഒന്നുമില്ല. അതൊന്ന് വിചാരിച്ചു നോക്കി. അതും വിചാരിച്ചു. ആ, അത് തന്നെയാണ് കടല്. ഇപ്പൊ വല്യമാക്ക് സന്തോഷായില്ലേ? ഔ, വല്യമാനോടുള്ള വലിയൊരു ബാധ്യത നിറവേറ്റി. വല്യമ്മ തിരമാല അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് പൊക്കിയെടുക്കാനാ? അങ്ങോട്ട് നോക്കി. തിരമാല 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 തിരമാല. എന്താണ് വല്യമ്മ ഞണ്ട്? വല്യമ്മ കടല് കണ്ടത് മതി, വേഗം പേരി വിശന്നിട്ട് നിൽക്കാൻ പറ്റും എനിക്ക്. തിരമാല വല്യമ്മ. വല്യമ്മങ്ങള് വരുന്നുണ്ടോ? എന്താണ് വല്യമ്മ നോക്കി നിൽക്കുന്നത്? പോയി ചോറെടുത്ത് കൊണ്ടുവരി. ഇതില് ചോറുണ്ട് എന്ന് വിചാരിക്കും, ഇതില് കൂട്ടാനുണ്ട് എന്നും വിചാരിക്കും, ഇതിൽ ഉപ്പേരി ഉണ്ട് എന്നും വിചാരിക്കും, ആ പാത്രത്തിൽ അച്ചാറുണ്ട് എന്നും വിചാരിക്കും. ഞാൻ തിന്നോ വല്യമ്മേ? എന്തേ? ആ മീൻ കൂട്ട് ഗജ്ജിപ്പ കാണിച്ചത് ആ കടലിലെ മീനാണ്, നല്ല മീനാണ്. എന്തേ? മുള്ള. ഇത് രസാണ്, കുടിച്ചാൽ. വല്യമ്മക്ക് കടല് കാണിച്ചു കൊടുത്തില്ലെങ്കിലേ എല്ലാ ദിവസവും ഈ രസം തന്നെ ആയിരിക്കും. വല്യമ്മ തുണി കുപ്പായം മാറ്റിക്കോളി, നമുക്ക് കടല് കാണാൻ പോണ്ടേ? എന്നാലേ ചോറും കൂട്ടാൻ ഇപ്പൊ കൊണ്ടുവരാം. അങ്ങനെ കിട്ടണവന്. കുതന്ത്ര, ശിരാവണി, ഇവിടെ 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 ശിരാവണി. ഇന്നെ മനസ്സിലായില്ലേ? ഞാൻ പീടിയല് ഞാനേ
ന്യൂസ് ഇപ്പൊ കണ്ടപ്പോഴാണ് നിങ്ങള് ഇത്ര നല്ല ആൾക്കാരാന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ അന്ന് നിങ്ങൾ എന്റെ പീടികയിൽ വന്ന് 350 ഉറുപ്പ്യക്ക് തിന്നതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഒന്നും തോന്നരുത് കേട്ടോ. ആ പൈസക്ക് ഞാൻ ഒഴിവാക്കി. പകരം നിനക്കൊക്കെ ഒരു പണി തന്നില്ലെങ്കിൽ ഞാൻ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? ആ പിന്നെ നിങ്ങൾ ഈ മുറിവൊക്കെ പോക്കാൻ പറ്റിയൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ആ ഈ സാധനം കൊണ്ട് തടവിയാലേ വേദന തീരെ ഉണ്ടാവില്ല. മുറിവൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാൻ തടവി തരാം. ബാക്കിലുണ്ടാവൂലേ? ആ കാണിക്കേ അവിടെ തന്നെ. ഇപ്പൊ കിട്ടും പണി. അല്ല എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചൊറിയുന്നുണ്ടോ? പടച്ചോനെ പണി പാളിയോ? ആ അത് ശരി, കാടിന്റെ മക്കളെ ചൊറിഞ്ഞു പേടിപ്പിക്കരുതിട്ടാ ഞങ്ങളുടെ കളി. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഞങ്ങൾ ഇനിയും വരും. കാട് നന്നാക്കാനല്ല, നാട് നന്നാക്കാൻ. ഹുബുലില്ല. Mutukuno sumpurachu